ബി.ജെ.പിക്ക് ഇതുവരെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു താമരമുട്ട് പോലും വിരിയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും പിടിവിടാൻ ഉദ്ദേശമില്ലാത്ത കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രതിനിധികളായി ഓരോ ഗവർണർമാരെയും നിയമിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി സഭയിൽ കേന്ദ്ര സർക്കാരിന്റെ PR ജോലികൾ ചെയ്യുന്നുമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി ഗവർണർമാർ കൈകഴുകി സഭ വിട്ടിരുന്നു. പക്ഷേ കർണാടകയിൽ അതിനുള്ള അരി വെന്തില്ല. ഇക്കഴിഞ്ഞ ദിവസം കർണാടക സംസ്ഥാന നിയമസഭയുടെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ കർണാടക ഗവർണർ സഭ പാസാക്കിയ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ സ്വന്തമായി തയ്യാറാക്കിയ പ്രസംഗമാണ് സഭയിൽ അവതരിപ്പിച്ചത്. സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സ്വന്തം പ്രസംഗം വായിച്ചത്. ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഗവർണർ കേന്ദ്രത്തിന്റെ വെറും ഒരു കൈപ്പാവിയായി മാറിയെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവത്തോട് പ്രതികരിച്ചു. സമാനമായ രീതിയിൽ കേരളത്തിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും സർക്കാരും തമ്മിൽ നയപ്രഖ്യാപനത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുള്ള 3 പാരഗ്രാഫുകളാണ് കേരള ഗവർണർ ഒഴിവാക്കി വായിച്ചത്. കേന്ദ്രം സംസ്ഥാനത്തിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന പരാമർശവും സംസ്ഥാനം പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ വെച്ചിരിക്കുന്നതിനെതിരെയുള്ള വിമർശനവും അദ്ദേഹം വായിക്കാൻ തയ്യാറായില്ല. ഇതിനു മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേവലം 1 മിനിറ്റും 18 സെക്കൻഡും മാത്രം സംസാരിച്ച് സഭയിൽ നിന്ന് മടങ്ങിയതും വലിയ വിവാദമായിരുന്നു. അന്ന് പ്രസംഗത്തിലെ ആദ്യ വരിയും അവസാന വരിയും മാത്രം വായിച്ചാണ് അദ്ദേഹം ഭരണഘടനാ കടമ സാങ്കേതികമായി പൂർത്തിയാക്കിയത്. തമിഴ്നാട്ടിലാകട്ടെ ഗവർണർ RN രവിയും സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലാണ്. കഴിഞ്ഞ 4 വർഷമായ നയപ്രഖ്യാപന ചടങ്ങിൽ നിന്ന് ഗവർണർ RN രവി ഇറങ്ങിപ്പോകുന്നത് പതിവായിരിക്കുകയാണ്. ഈ വർഷവും സർക്കാർ തയ്യാറാക്കിയ പ്രസംഗം വായിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രസംഗത്തിൽ തെറ്റായ വിവരങ്ങളുണ്ടെന്നും തനിക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക്. മുൻപ് EV രാമസ്വാമി പെരിയാർ, BR അംബേദ്കർ, CN അണ്ണാദുരൈ തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം ബോധപൂർവ്വം ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചതോടെ ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. 2 സംസ്ഥാനങ്ങളിലെയും സംഭവബഹുലമായ വിശേഷങ്ങൾക്കൊടുവിൽ കർണാടക മന്ത്രിസഭയിലാണ് BJPയുടെ അടുത്ത നാടകത്തിന്റെ തിരശ്ശീല ഉയർന്നത്. പക്ഷേ നാടകം തുടങ്ങുന്നതിന് മുൻപേ തിരശ്ശീലയ്ക്ക് കർണാടക സർക്കാർ തീയിട്ടുമെന്ന് പറയുന്നതാവും ശരി. ഓരോ വർഷത്തെയും ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ നടത്തുന്ന പ്രസംഗം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ നയരേഖയാണ്. അത് തയ്യാറാക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ്. അത് അതേപടി വായിക്കുക എന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഗെഹ്ലോട്ട് പരാജയപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. ഭരണഘടനയുടെ 176 അനുച്ഛേദത്തെയും 163 അനുച്ഛേദത്തെയും കൂട്ടുപിടിച്ചാണ് സിദ്ധരാമയ്യ ഗവർണറെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ഗവർണർ വായിച്ചത് ഗവർണറുടെ പ്രസംഗമായി കാണാൻ കഴിയില്ലെന്നും മറിച്ച് അത് ഭരണഘടനയുടെ ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുകയാണ്. മന്ത്രിസഭ പാസാക്കിയ നയപ്രഖ്യാപനം വായിക്കാതെ ഇറങ്ങിപ്പോയ ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. വിവാദത്തിന് പിന്നിലെ പ്രധാന കാരണം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളാണ്. UPA സർക്കാരിന്റെ കാലത്തെ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം അട്ടിമറിക്കുന്നു എന്ന പരാമർശമുള്ള 11 പാരഗ്രാഫുകൾ നീക്കം ചെയ്യണമെന്ന് ഗവർണർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്ന ഈ ഭാഗങ്ങൾ മാറ്റാൻ സിദ്ധരാമയ്യ സർക്കാർ തയ്യാറായില്ല. ഇതോടെയാണ് ഗവർണർ സർക്കാരിന്റെ പ്രസംഗം മാറ്റിവെച്ച് സ്വന്തമായി തയ്യാറാക്കിയ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിച്ചത്. ഇത് ഒരു ഗവർണർക്കും ചേർന്ന നടപടിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഖാർഗെയും വിമർശിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ BJPയുടെ രാഷ്ട്രീയ ഏജന്റുമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന ആക്ഷേപം പണ്ട് മുതൽക്കേ നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രതികരണം ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. തമിഴ്നാടിനും കേരളത്തിനും പിന്നാലെ ഇപ്പോൾ കർണാടകയിലും നടക്കുന്നത് ആസൂത്രിതമായ നീക്കമാണെന്ന് സ്റ്റാലിൻ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരുകളെ ഗവർണർമാരെ ഉപയോഗിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് കേന്ദ്രം പിന്തുടരുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നിയമസഭാ സമ്മേളനങ്ങൾ ഗവർണറുടെ പ്രസംഗത്തോടെ തുടങ്ങുന്ന രീതി തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു.